ഒരു കപ്പ് അരി അങ്ങ് വറുത്തെടുത്ത് ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാന്ന് ചെയ്തപ്പോഴല്ലേ മനസ്സിലായത്. അപ്പൊ ആദ്യം കഴുകി വെള്ളം കളഞ്ഞെടുത്ത ഒരു കപ്പ് അരി, നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, അപ്പൊ അതാണ് പാനിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നല്ല പോലെ വറുത്തെടുക്കാം, അരി പൊരിയാവൂലേ അതുവരെ തന്നെ. എന്നിട്ട് അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങാ ചിരവിയതും 4-5 ഏലക്കായും കൂടി. ഇനി ഇത് നല്ലപോലെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി കുറച്ച് ശർക്കര പാനി റെഡിയാക്കാം. 1/4 കപ്പ് ശർക്കര പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഒരു 3-4 മിനിറ്റ് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്, പശുവും പാല്. അത് തിളച്ച് വരുന്ന സമയത്ത് പൊടിച്ചു വെച്ചിരുന്നത് ചേർത്ത് ലോ ഫ്ലെയിമിലേക്കിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇടയിലൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യൊക്കെ ഒഴിച്ച് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് നന്നായി വെള്ളം വലിച്ചെടുക്കണം. ലാസ്റ്റ് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ലെവൽ ചെയ്ത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോൾ കട്ട് ചെയ്തെടുത്താൽ അരി കൊണ്ടുള്ള ബർഫി റെഡിയാണേ. എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ഐറ്റംസ് ഒക്കെ തന്നെ അല്ലേ ഉള്ളൂ ഇതിൽ. അപ്പോൾ വേഗം ആയിക്കോട്ടെ, അടിപൊളിയാണ്.